ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവല്ലോ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. യോശുവയുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ. ഇതാ ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിൽ വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ ദൈവം ഒരു വാഗ്ദത്തം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പരാജയപ്പെടാത്ത ആമേൻ ആ വാഗ്ദത്തം നമ്മളിൽ നിവർത്തിക്കുവാൻ അവൻ സർവശക്തനാണ്. ഇവിടെ ഇതാ വളരെ വ്യക്തമായിട്ട് പറയുന്നു, സകല നന്മകളിൽ വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു. ഇസ്രായേൽ മക്കളെ വിളിച്ചു വേർതിരിച്ച് മരുഭൂമിയിലൂടെ വഴി നടത്തുമ്പോൾ ദൈവം അവരിൽ ഒരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വിശ്വാസം അവർക്കില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന് അവരിൽ ഒരു വിശ്വാസമുണ്ട്. അവരോട് ദൈവം പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം നിവർത്തിക്കണമെന്ന് ദൈവത്തിന് അവൻ കണിശമായ ഒരു വാശി ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാറായിലെ വെള്ളത്തെ മധുരതരമാക്കി കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. തീക്കൽ പാറയിൽ നിന്ന് വെള്ളം വരുത്തി കൊടുത്തു. ആമേൻ. മന്ന കൊടുത്ത് അവരെ പരിപോഷിപ്പിച്ചു. മരുഭൂമിയിൽ പെട്ടും പോകേണ്ടവരെ വഴി നടത്തുവാൻ ദൈവം സഹായിച്ചു. അതുകൊണ്ട് യോശുവയുടെ അടുക്കലേക്ക് വന്ന ജനത്തെ നോക്കി യോശുവ പറയുന്നതാ, ഇതാ ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. ആമേൻ. സ്തോത്രം. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. അതിന്റെ 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രത ആയിരിപ്പിൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവം എനിക്ക് വേണ്ടി ചെയ്ത നന്മകൾക്ക് ഞാൻ എപ്പോഴും നന്ദിയുള്ളവനും നന്ദിയുള്ളവളുമായി തീർന്നിരിക്കണം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നിങ്ങളുടെ അവസ്ഥ എന്തുമായിക്കോട്ടെ, ഏത് സാഹചര്യത്തിലൂടെ നിങ്ങൾ പോകുന്നവരായിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങളെയും നിങ്ങളുടെ പ്രശ്നങ്ങളെയും വലുതായിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ വലുതാണ് ദൈവം. അതിനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിനും ദൈവവചനത്തിനും പരിപൂർണമായ ഒരു ഹൃദയത്തെ സമർപ്പിക്കുന്ന ക്രിസ്തു ജീവിതം നിങ്ങളിൽ നയിക്കപ്പെടുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ പോലും അറിയാത്ത, ഒന്നിനും വീഴ്ച വരുത്താത്ത ഒരു ദൈവിക വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണം ദൈവം നിങ്ങളിൽ ചെയ്യുവാൻ അവന് ഇഷ്ടം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അത് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു. അതാ ഇസ്രായേൽ ജനത്തിന്, അത് പരിച്ഛേദനയേറ്റ ആ ദൈവജനത്തിന് മനസ്സിലായി. നമ്മെ വക്കോലിലും ചെളിയിലും കിടന്ന് നമ്മെ വിളിച്ചു വേർതിരിച്ച് ഈ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവം നമുക്ക് ആമേൻ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി നിന്ന് നമ്മുടെ ഉടുപ്പ് പഴകിപ്പോകാതെ, കാലിൽ കിടന്ന ചെരുപ്പ് ആമേൻ പഴകിപ്പോകാതെ, നമ്മുടെ ശരീരം ചൊക്കിച്ചൊളിയാതെ ബലത്തോടെ ശക്തിയോടെ നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലം വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണെന്ന് നീ വിശ്വസിക്കുമ്പോൾ നിന്നിൽ ദൈവത്തിന്റെ പരിപൂർണത വെളിപ്പെടുകയാണ്. ആ ഒരു ദൈവിക പൂർത്തീകരണം ഈ ദിവസങ്ങൾ നിങ്ങളിലും എന്നിലും ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീർന്നുണ്ടെങ്കിൽ അടുത്തുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് ദൈവരാജ്യത്തിന്റെ ഭാഗമാകുവാൻ എല്ലാവരും പ്രബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you. God be with you.